പഠിച്ചതും പഠിപ്പിച്ചതും. ജീവിതത്തിൻ്റെ വസ്തുത. ഒരാൾക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ അവൻ തൻ്റെ 4ാമത്തെ ഭാര്യയെ മാത്രം കൂടുതൽ സ്നേഹിച്ചത്. ആ ഭാര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും അവൻ നിറവേറ്റി. അവൾക്ക് വേണ്ടതെല്ലാം അവൻ ചെയ്തു. അവൻ തൻ്റെ 3ാമത്തെ ഭാര്യയെ പോലും സ്നേഹിച്ചു. പക്ഷേ അവളെ കൂട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ അയാൾക്ക് ഭയമായിരുന്നു. മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചു ഓടിപ്പോകുമോ എന്ന് ഭയന്നു. അവൻ തൻ്റെ 2ാം ഭാര്യയെയും സ്നേഹിച്ചു. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവൻ അവളുടെ അടുത്തേക്ക് പോകുന്നത്. അവൻ്റെ പ്രശ്നങ്ങളിൽ അവൾ അവനെ സഹായിച്ചു. എന്നാൽ ആദ്യത്തെ ഭാര്യയെ അവൻ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. പക്ഷേ അവൾക്ക് അവനെ വളരെ ഇഷ്ടമായിരുന്നു. അവൻ്റെ എല്ലാ ആവശ്യങ്ങളും അവൾ നടത്തി. ഒരു ദിവസം അവൻ കിടക്കയിൽ വീണു. താൻ മരിക്കാൻ പോവുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. മരണശേഷം ഒരു ഭാര്യ കൂടെ ഉണ്ടാകണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ആരാണ് തന്നോടൊപ്പം മരിക്കാൻ തയ്യാറായതെന്ന് അറിയാൻ അയാൾ ആഗ്രഹിച്ചു. തൻ്റെ ഏറ്റവും സ്നേഹിച്ച 4ാമത്തെ ഭാര്യയെ വിളിച്ചു. അവൾ വിസമ്മതിച്ചു മാറി. അവൻ 3ാമത്തെ ഭാര്യയെ വിളിച്ചു. അവൾ പറഞ്ഞു, നിങ്ങളോ മരിക്കാൻ പോകുന്നു. നിങ്ങൾ മരിക്കും. ഞാൻ വേറെ ആളുകളുടെ കൂടെ പോരുന്നു എന്ന് പറഞ്ഞ് അവൾ പോയി. പിന്നെ 2ാം ഭാര്യയെ വിളിച്ചു ചോദിച്ചു. അവളും പറഞ്ഞു, ക്ഷമിക്കൂ, നിൻ്റെ കുഴിമാടം വരെ വരാം, പക്ഷേ അവസാനം വരെ നിൻ്റെ കൂടെ വരാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവർ നിരസിച്ചു. ആദ്യത്തെ ഭാര്യയുടെ ശബ്ദം മുടങ്ങി. നീ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാകും. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ വരും, അവൾ പറഞ്ഞു. പക്ഷേ അവൾ മരണത്തിൻ്റെ വക്കിലായിരുന്നു. അവൻ അവളെ നന്നായി പരിപാലിക്കാത്തതാണ് കാരണം. അവൻ പശ്ചാത്താപിച്ചു. താൻ സുഖമായിരിക്കുമ്പോൾ നിന്നെ നന്നായി പരിപാലിക്കാതിരുന്നത് ഞാൻ പരാജയപ്പെട്ടെന്നും അവൻ കരഞ്ഞു. ആ ദുഃഖത്തിൽ അവൻ മരിച്ചു. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും 4 ഭാര്യമാരുണ്ട്. 4ാമത്തെ ഭാര്യ നമ്മുടെ ശരീരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉടനീളം നാം നന്നായി പരിപാലിക്കുന്നത് എന്നും അതിൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തിക്കൊടുത്തു അവസാനം മരണത്തിന് ശേഷം അത് നമ്മുടെ കൂടെ വരുന്നില്ല. നാം മരിക്കുമ്പോഴും അത് അപ്രത്യക്ഷമാകുന്നു. 3ാമത്തെ ഭാര്യ നമ്മുടെ സമ്പത്തും സന്തോഷവും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ സ്വത്തും സുഖങ്ങളും മറ്റു ആളുകളുടെ കൂടെ പോകും. നമ്മുടെ കുടുംബവും സുഹൃത്തുക്കളുമാണ് ഞങ്ങളുടെ 2ാമത്തെ ഭാര്യ. നമ്മുടെ ശ്മശാനം വരെ അവർ നമ്മോടൊപ്പം കൈകോർക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട ആദ്യത്തെ ഭാര്യ നമ്മുടെ ആത്മാവ്. നമ്മൾ നന്നായിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ നലിഞ്ഞ് തകർന്നു പോയാലും നമ്മോട് അവസാനം വരെ നമ്മുടെ കൂടെ വരുന്നത് ആത്മാവാണ്. ഇതാണ് ജീവിതത്തിൻ്റെ കഥ. ഈ കഥയിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട പാഠം ആത്മാവ് മാത്രമാണ്, അനശ്വരമാണ്, മരണമില്ലാത്തതാണ്. മറ്റെല്ലാം ക്ഷണിക്കുകയാണ്, നശിക്കുന്നതാണ്.